ഒരു നിമിഷം നിൽക്കൂ. ഇത് വെറുമൊരു ജ്യോതിഷ വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തിരിവ് അടയാളപ്പെടുത്തുന്ന നിമിഷമാണ്. ഈ വീഡിയോ കാണാൻ ഇരുന്ന നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത് യാദൃശ്ചികമല്ല. ആ ദൈവം തന്നെ നിങ്ങളെ ഇവിടേക്ക് നയിച്ചതാണ്. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 150 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്. അതെ, നിങ്ങൾ ശരിക്കും കേട്ടു. 150 വർഷം, 1.5 നൂറ്റാണ്ട്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നിങ്ങളുടെ മുത്തശ്ശിയും അവരുടെ മുത്തശ്ശിയും അവരുടെ തലമുറയും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ഗ്രഹനിലയാണ് ഇപ്പോൾ ആകാശത്ത് രൂപപ്പെടുന്നത്. ആ ഊർജം നേരിട്ട് പതിക്കുന്നത് മേഷം രാശിയിൽ ജനിച്ചവരുടെ ജീവിതത്തിലേക്കാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്കാണ്. ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു വിറയൽ അനുഭവപ്പെടുന്നില്ലേ? ആ വിറയൽ വെറുതെ അല്ല. ആ വിറയൽ ഒരു സൂചനയാണ്. നിങ്ങളുടെ ആത്മാവ് ഇതിനെ തിരിച്ചറിയുകയാണ്. ആ ദൈവിക ഊർജം നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ തന്നെ ഒഴുകി തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരു നിമിഷം ശ്വാസം എടുക്കൂ. കണ്ണ് അടച്ച് ഒരു നിമിഷം ഇരിക്കൂ. ഈ വാക്കുകൾ ആ ദൈവത്തിന്റെ സ്വരം പോലെ നിങ്ങളുടെ ഉള്ളിൽ ഇറങ്ങട്ടെ. മേഷം രാശിയിൽ ജനിച്ച ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ഒരു പ്രത്യേക ദൗത്യം വഹിക്കുന്നവരാണ്. ചൊവ്വ ഭഗവാൻ ആധിപത്യമുള്ള ഈ രാശിക്ക് ഒരു തീയുണ്ട്. ഉള്ളിൽ ഒരു തീ. ആ തീ ഒരിക്കലും അണഞ്ഞിട്ടില്ല. ജീവിതം എത്ര കഷ്ടതകൾ കൊണ്ടുവന്നാലും ആ തീ ആളിക്കൊണ്ടേയിരുന്നു. ആ ഊർജം ഒരിക്കലും ക്ഷീണിച്ചിട്ടില്ല. ഈ ലോകം പലതവണ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചിരിക്കും. പലരും നിങ്ങളെ കുറച്ചു കണ്ടിരിക്കും. പലർക്കും നിങ്ങളുടെ മൂല്യം മനസ്സിലായിട്ടുണ്ടാകില്ല. ആ വേദന നിങ്ങൾക്ക് മാത്രം അറിയാം. ഉറക്കം വരാത്ത രാത്രികൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ഇനി എന്ത് എന്ന ഒരു ഭാരം. എന്നാൽ ഇന്ന് ഞാൻ ഉറപ്പു തരുന്നു, ആ ദിനങ്ങൾ കഴിഞ്ഞു. ആ ഭാരം ഇറക്കി വെക്കാനുള്ള സമയം ആയി. ഈ ആകാശം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്രഹങ്ങൾ ചലിക്കുകയാണ്. ആ ചലനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നുവരും. പക്ഷേ ഈ കൊടുങ്കാറ്റ് നശിപ്പിക്കാൻ വരുന്നതല്ല. ഈ കൊടുങ്കാറ്റ് നിർമ്മിക്കാൻ വരുന്നതാണ്. പൊളിക്കാൻ വരുന്നതല്ല, പടുക്കാൻ വരുന്നതാണ്. ഇത് കേൾക്കൂ. ഗുരു ഭഗവാൻ, ശനി ഭഗവാൻ, രാഹുവും കേതുവും ഇവരെല്ലാം ഒരേ സമയം ഒരു പ്രത്യേക ഘടനയിൽ നിൽക്കുകയാണ്. ഈ ഒരു ഗ്രഹനില 150 വർഷം മുൻപ് ഒരിക്കൽ വന്നതാണ്. അന്ന് ഈ ഭൂമിയിൽ ചരിത്രം മാറി. ജനങ്ങളുടെ ജീവിതം മാറി. ഒരു കാലഘട്ടം അവസാനിച്ചു, മറ്റൊന്ന് ആരംഭിച്ചു. അതേ ഊർജം ഇപ്പോൾ തിരിച്ചുവരുന്നു. ഈ ഒരു കൂടിച്ചേരൽ, ഈ ഒരു ഗ്രഹഘടന, ഇത് ആകസ്മികമല്ല. ഇത് ആ ബ്രഹ്മാണ്ഡം ഒരുക്കിവെച്ച ഒരു സമ്മാനമാണ്. നിങ്ങൾക്ക് വേണ്ടി, ഈ ഒരു തലമുറക്ക് വേണ്ടി. മേഷം രാശിക്കാരെ, ഈ നിമിഷം ശ്രദ്ധിക്കൂ. ഇന്ന് ഞാൻ പറഞ്ഞ ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദർപ്പണം പോലെ തെളിയും. ഇത് ഒരു ഭയപ്പെടുത്തൽ അല്ല. ഇത് ഒരു ആശ്വാസമാണ്. ഒരു ഉറപ്പ് കൊടുക്കലാണ്. ആ ദൈവം നിങ്ങളെ ഓർക്കുന്നുണ്ട്. ആ ദൈവം ഇപ്പോഴും നിങ്ങൾക്ക് ഒപ്പമുണ്ട്. ഈ ആകാശത്തിലെ ഗ്രഹചലനം അതിന്റെ തെളിവ് തന്നെയാണ്. ഇനി വരുന്ന നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളോട് ചിലത് പറയും. ഇത് കേൾക്കുമ്പോൾ ചില നേരത്ത് കണ്ണ് നിറഞ്ഞേക്കാം. ചിലപ്പോൾ ഉള്ളിൽ ഒരു ഭാരം ഇറങ്ങും. ചിലപ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകും. ചിലപ്പോൾ ആ ദൈവം തന്നെ ഇവിടെ ഉണ്ട് എന്ന ഒരു ഉണർവ് അനുഭവപ്പെടും. ആ നിമിഷത്തിൽ ഒരു ഉൾക്കൊള്ളൽ ഉണ്ടാകും. അത് ഈ ജ്യോതിഷത്തിന്റെ ശക്തിയാണ്. ആ ഗ്രഹങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ വെറും ഒരു മാധ്യമം മാത്രമാണ്. ആ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഒരു നിമിഷം പോലും ഇടയ്ക്ക് ഓഫ് ചെയ്യരുത്. ഒരു വാക്ക് പോലും നഷ്ടപ്പെടരുത്. കാരണം ഈ ഓരോ വാക്കും നിങ്ങൾക്ക് വേണ്ടി ആ ദൈവം തന്നെ ഒരുക്കി വെച്ചതാണ്. ഇപ്പോൾ ആ ഗ്രഹഘടനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ ആ ഘടന ഇത്രമേൽ ശക്തമായ കാരണം എന്താണ് എന്ന് അറിയണ്ടേ? ഗുരു ഭഗവാൻ മേഷം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ആ ഒരൊറ്റ ചലനം ഒരു ജ്യോതിഷക്കാരന് ആഘോഷിക്കാൻ ഉള്ളതാണ്. കാരണം ഗുരു ഭഗവാൻ ഭാഗ്യത്തിന്റെ ദേവനാണ്. അദ്ദേഹം ഏത് രാശിയിൽ കടക്കുന്നുവോ ആ രാശിയിൽ ഒരു വസന്തം ആരംഭിക്കുന്നു. ഒരു വർഷക്കാലം ആ രാശിക്ക് ഭാഗ്യം ഒഴുകിക്കൊണ്ടിരിക്കും. ഇത് ഗുരുപെയർച്ചയാണ്. ഈ ഒരൊറ്റ ഗ്രഹചലനം ജനകോടികളുടെ ജീവിതം മാറ്റാനുള്ള ശക്തിയുള്ളതാണ്. എന്നാൽ ഇത് മാത്രമല്ല. ഇതിനൊപ്പം ശനി ഭഗവാൻ ഒരു പ്രത്യേക സ്ഥാനത്തുണ്ട്. ശനി ഒരു ഗുരുവാണ്, ഒരു കർമ്മഗുരു. ഈ ജ്യോതിഷ ലോകത്ത് ശനി ഭഗവാനെ ഭയക്കുന്നവർ ഏറെ ഉണ്ട്. ശനി ബാധ, ശനി ദോഷം, ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകും. പക്ഷേ ഞാൻ ഇന്ന് ആ ഭയം മാറ്റും. ശനി ഭഗവാൻ ഒരു ക്രൂരൻ അല്ല. ആ ഭഗവാൻ ഒരു ഗുരുവാണ്, ഒരു കർശന ഗുരു. ജീവിതത്തിൽ നാം ചെയ്ത പ്രവൃത്തികൾക്ക് ഫലം നൽകുന്ന ഒരു ന്യായാധിപൻ. ആ ഭഗവാൻ ഇപ്പോൾ ഒരു പ്രത്യേക ഘടനയിൽ നിൽക്കുന്നത് മേഷം രാശിക്കാർക്ക് ഒരു പ്രത്യേക ഫലം നൽകാനാണ്. ആ ഫലം ഒരു ഭാരമല്ല. ആ ഫലം ഒരു പ്രതിഫലമാണ്. വർഷങ്ങളായി നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന്റെ, ക്ഷമയുടെ, ത്യാഗത്തിന്റെ ഒരു പ്രതിഫലം. ഇനി രാഹുവിനെ കുറിച്ച് പറയാം. രാഹു ഒരു രഹസ്യഗ്രഹമാണ്, ദൃശ്യമല്ലാത്ത ഒരു ശക്തി. ഈ ഗ്രഹം ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദിശയിൽ ജീവിതം തിരിഞ്ഞേക്കാം. ഒരു പുതിയ വഴി തുറക്കും. ഒരു പുതിയ അവസരം കടന്നുവരും. ആ അവസരം ആദ്യം നോക്കുമ്പോൾ വലുതല്ല എന്ന് തോന്നിയേക്കാം. എന്നാൽ ആ ചെറിയ വഴി,
ആ ഒരൊറ്റ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റും. കേതു ഭഗവാൻ ആകട്ടെ ആധ്യാത്മിക ഊർജം ശക്തിപ്പെടുത്തും. ഉള്ളിൽ ഒരു ഉണർവ് ഉണ്ടാകും. ചിലർക്ക് സ്വപ്നങ്ങൾ കാണും, ചിലർക്ക് ഉൾക്കൊള്ളലുകൾ ഉണ്ടാകും, ചിലർക്ക് ജീവിതത്തിന്റെ ആഴം മനസ്സിലാകും. ഇത് ഒരു ആത്മീയ ഉണർവിന്റെ കാലമാണ്. ഈ എല്ലാ ഗ്രഹ ഊർജവും ഒരുമിക്കുമ്പോൾ ഇത് 150 വർഷത്തിൽ ഒരിക്കൽ ഉള്ള ആ ഒരു അപൂർവ ഘടന ഉണ്ടാകുമ്പോൾ ആ ഊർജം ആർക്ക് ലഭിക്കുന്നുവോ ആ മനുഷ്യന്റെ ജീവിതം ഇനി ആർക്കും തടുക്കാനാകില്ല. ഈ ഒരൊറ്റ ഘടനയ്ക്ക് 100% നടക്കും എന്ന് ആ ആകാശം ഉറപ്പുതരുന്നു. നിങ്ങളുടെ ജീവിതം ഇനി മുൻപുണ്ടായിരുന്ന ജീവിതം ആകില്ല. ഇത് ഒരു ഭ്രമമാണ്, ഒരു നല്ല ഭ്രമം. ഈ കാലഘട്ടം ഒരു വഴിത്തിരിവ് ആണ്. ഒരു ഭൂകമ്പം പോലെ ജീവിതം ഉലയും. എന്നാൽ ആ ഉലച്ചിൽ, ആ ഭൂകമ്പം ഒരു പഴക്കം ചെന്ന ഭിത്തി ഇടിക്കുന്നതാണ്. ഒരു പഴക്കം ചെന്ന ജീവിതം ഇടിഞ്ഞ് ഒരു പുതിയ ശക്തമായ സുന്ദരമായ ജീവിതം ഉയർന്നുവരും. ഈ ഒരൊറ്റ ആമുഖം കേട്ടതിൽ ഉള്ളിൽ എന്തോ ഒരു ചലനം ഉണ്ടായോ? ആ ചലനം ഒരു തുടക്കം മാത്രമാണ്. ഇനി വരുന്ന ഭാഗങ്ങളിൽ ആ ഊർജം ഇനിയും ശക്തമാകും. ഇനി ഞാൻ നിങ്ങളോട് ആ ഗ്രഹ ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് രൂപത്തിൽ കടന്നുവരും എന്ന് ഒന്നൊന്നായി പറയാം. ആ ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കൂ. കാരണം ഈ ഓരോ വാക്കും നിങ്ങൾക്ക് വേണ്ടി ആ ഗ്രഹങ്ങൾ ആ ആകാശത്ത് എഴുതിവെച്ചതാണ്. മേഷം രാശിക്കാരെ, ഒരു നിമിഷം ഈ ആകാശത്തേക്ക് നോക്കൂ. ആ ആകാശം ഇപ്പോൾ സ്തബ്ധമാണ്. ആ നക്ഷത്രങ്ങൾ ഇപ്പോൾ നിശബ്ദമാണ്. എന്നാൽ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിക്കുന്നു. ഒരു ഗ്രഹ കൊടുങ്കാറ്റ്, ഒരു ദൈവിക കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റ് ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഈ നിമിഷം, ഈ ഒരു നിമിഷം ആ ഗ്രഹങ്ങൾ ചലിക്കുകയാണ്. ആ ചലനം നിങ്ങൾക്ക് ദൃശ്യമല്ല, എന്നാൽ ആ ചലനത്തിന്റെ ഫലം ഉടൻ തന്നെ നിങ്ങൾ അനുഭവിക്കും. ആ അനുഭവം ജീവിതത്തിന്റെ ഓരോ ഭാഗത്തും പ്രകടമാകും. ഇനി ഗുരു ഭഗവാനെക്കുറിച്ച് ആഴത്തിൽ പറയാം. ഗുരു ഭഗവാൻ ഒരു ദേവനാണ്. ദേവഗുരു ബൃഹസ്പതി. ഈ ഭൂമിയിലെ ഏറ്റവും ശക്തമായ ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഒരു ജ്യോതിഷ പണ്ഡിതൻ ഒരു നിമിഷം ആലോചിക്കാതെ ഗുരു ഭഗവാൻ എന്ന് പറയും. ഗുരു ഭഗവാൻ ഏത് രാശിയിൽ ഉണ്ടോ ആ രാശിക്ക് ഒരു കുടയ്ക്ക് കീഴിലാണ് ജീവിതം. ആ കുട ഭാഗ്യത്തിന്റെ കുടയാണ്. ആ കുടയ്ക്ക് കീഴിൽ മഴ ഒന്നും കൊള്ളാതെ, വെയിൽ ഒന്നും കൊള്ളാതെ ഒരു സുരക്ഷ ഉണ്ടാകും, ഒരു ദൈവിക സുരക്ഷ. ഇപ്പോൾ ആ ഗുരു ഭഗവാൻ മേഷം രാശിയിൽ പ്രവേശിക്കുകയാണ്. ഈ ഒരൊറ്റ ഗ്രഹസഞ്ചാരം, ഈ ഒരൊറ്റ ഗുരുപെയർച്ചി മേഷം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു നൂതന അധ്യായം തുടങ്ങുന്നതാണ്. ഗുരു ഭഗവാൻ 1-ാം ഭാവത്തിൽ ഉള്ളപ്പോൾ ആ മനുഷ്യന്റെ ആത്മവിശ്വാസം ഉയരും. ആ മനുഷ്യൻ ആർക്ക് മുൻപിലും കൈ നീട്ടി യാചിക്കേണ്ടി വരില്ല. ആ മനുഷ്യൻ നിൽക്കുന്ന ഇടത്ത് ഒരു ആദരവ് ഉണ്ടാകും. ആ മനുഷ്യൻ സംസാരിക്കുമ്പോൾ ആളുകൾ കേൾക്കും. ആ മനുഷ്യൻ നടക്കുമ്പോൾ ആ നടത്തത്തിൽ ഒരു ഗരിമ ഉണ്ടാകും. ഈ ഒരൊറ്റ ഗ്രഹസ്ഥാനം കൊണ്ട് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകും. ഈ ഉയർച്ച ആരും തടുക്കാൻ ഇല്ല. ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും ഈ ഉയർച്ചയെ തടുക്കാൻ ആകില്ല. കാരണം ഇത് ദൈവിക ഉയർച്ചയാണ്. ആ ഗ്രഹ ഭഗവാൻ നൽകുന്ന ഉയർച്ചയാണ്. ഇനി ഗ്രഹദിശയെക്കുറിച്ച് പറയാം. ഗ്രഹദിശ എന്നത് ഒരു ഗ്രഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നൽകുന്ന ദിശ ആണ്. ഒരു കപ്പൽ കടലിൽ ഇറങ്ങുമ്പോൾ ഒരു ദിക്കനാട ഉണ്ട്. ആ ദിക്കനാട് ഇല്ലെങ്കിൽ കപ്പൽ ഏത് ദിശയിൽ പോകണം എന്ന് അറിയില്ല. അതേപോലെ ഗ്രഹദിശ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദിക്കനാടയാണ്. ആ ദിക്കനാട ഇപ്പോൾ മേഷം രാശിക്കാർക്ക് ഒരു ശുഭദിശ ചൂണ്ടിക്കൊടുക്കുന്നു. ഒരു ഭാഗ്യദിശ, ഒരു വിജയദിശ. ആ ദിശയിൽ ഇനി നടന്നാൽ, ആ ദിശയിൽ ഇനി ചലിച്ചാൽ ഒരു തടസ്സവും ഉണ്ടാകില്ല. ഇനി ശനി ഭഗവാനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കൂ. ശനി ഭഗവാൻ ഒരു ഗൂഢഗ്രഹമാണ്. ഈ ഗ്രഹം കാണാൻ കറുത്ത ഗ്രഹമാണ്. ഈ ഗ്രഹം ആകാശത്ത് ഏറ്റവും ദൂരെ ഉള്ള ഗ്രഹമാണ്. ദൂരെ ഉണ്ടെങ്കിലും ആ ഗ്രഹത്തിന്റെ ശക്തി ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുന്ന ഒന്നാണ്. ശനി ഭഗവാൻ ഒരു ന്യായാധിപനാണ്, ഒരു കർശന ന്യായാധിപൻ. ഈ ന്യായാധിപൻ ഒരു ചെറിയ തെറ്റ് പോലും ക്ഷമിക്കില്ല, ഒരു ചെറിയ നന്മ പോലും മറക്കില്ല. ഈ ഒരൊറ്റ ഗ്രഹ ഭഗവാൻ ഒരു മനുഷ്യൻ ചെയ്ത ഓരോ കർമ്മത്തിനും ഒരു ഫലം നൽകും. ആ ഫലം ഒരിക്കലും ഒഴിവാകില്ല. ഇപ്പോൾ ശനി ഭഗവാൻ ഒരു പ്രത്യേക ഭാവത്തിൽ മേഷം രാശിക്കാർക്ക് ദൃഷ്ടി ചെലുത്തുകയാണ്. ആ ദൃഷ്ടി ഒരു ഭാരം ആണ് എന്ന് ചിലർ തെറ്റിദ്ധരിക്കും. ഇല്ല, ആ ദൃഷ്ടി ഒരു ഉണർത്തലാണ്. ഉണർന്ന് ഇരിക്കൂ, ഉറങ്ങിയിരിക്കരുത്. ഈ കാലഘട്ടത്തിൽ അലസത ഒഴിവാക്കൂ. ഈ കാലഘട്ടത്തിൽ ഉറക്കം ഒഴിഞ്ഞ് ജോലി ചെയ്യൂ. ഓരോ അവസരവും ഉപയോഗിക്കൂ. ഓരോ ദിവസവും ആ ദൈവം നൽകുന്ന ഒരു സമ്മാനമാണ് എന്ന് ഓർക്കൂ. ആ സമ്മാനം ഒഴിഞ്ഞു പോകാൻ അനുവദിക്കരുത്. ഈ ഒരൊറ്റ ഉണർവ്, ഈ ഒരൊറ്റ ജാഗ്രത ശനി ഭഗവാൻ നൽകുന്ന ഫലത്തെ ഒരു ആശീർവാദം ആക്കി മാറ്റും. ശനി ഭഗവാൻ ഒരു ഫലം നൽകുമ്പോൾ ആ ഫലം ദീർഘകാലം നിലനിൽക്കും. ഒരു ദ്രുത ഫലം ഉണ്ടാകില്ല. ഒരു ദ്രുത ഫലം ദ്രുതം ഇല്ലാതാകും. എന്നാൽ ശനി ഭഗവാൻ നൽകുന്ന ഫലം, ഒരു ഉൾശക്തി ഉണ്ടെങ്കിൽ ആ ഫലം ഒരു പാറ പോലെ ഉറച്ചു നിൽക്കും. ആ ഉറച്ചു നിൽക്കൽ ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാക്കും. ആ സ്ഥിരത ഒരു സുഖം ഉണ്ടാക്കും. ആ സുഖം ഒരു ആനന്ദം ഉണ്ടാക്കും. ആ ആനന്ദം ഒരു ജീവിതം ഉണ്ടാക്കും. ആ ജീവിതം ഇനി നിങ്ങളുടേതാണ്. ഇനി രാഹു കേതു ശക്തിയെക്കുറിച്ച് ഒരു ആഴത്തിൽ പറയാം. രാഹു ഒരു നിഴൽ ഗ്രഹമാണ്, ഛായഗ്രഹം.
ഈ ഗ്രഹത്തിന് ഒരു ശരീരം ഇല്ല, ഒരു ദൃശ്യസ്വരൂപം ഇല്ല. എന്നാൽ ആ ഗ്രഹത്തിന്റെ ശക്തി ഈ ഭൂമിയിലെ ഏതൊരു ദൃശ്യഗ്രഹത്തേക്കാളും ശക്തമാണ്. രാഹു ഒരു ഇന്ദ്രജാലക്കാരനാണ്, ഒരു മാന്ത്രികൻ. ഈ ഗ്രഹം ജീവിതത്തിൽ കടന്നുവരുമ്പോൾ ജീവിതം ഒരു ഇന്ദ്രജാലം പോലെ മാറും. ഒരു നിമിഷം ഉണ്ടായിരുന്നത് അടുത്ത നിമിഷം ഇല്ലാതാകും, ഒരു നിമിഷം ഇല്ലാതിരുന്നത് അടുത്ത നിമിഷം ഉണ്ടാകും. ആ ഇന്ദ്രജാലം ചിലർക്ക് ഭയം ഉണ്ടാക്കും, ചിലർക്ക് ആശ്ചര്യം ഉണ്ടാക്കും. ഇപ്പോൾ രാഹു ഭഗവാൻ മേഷം രാശിക്കാർക്ക് ഒരു ഗൂഢ ഊർജം നൽകുകയാണ്. ഈ ഗൂഢ ഊർജം ഒരു ഒളിഞ്ഞ ഭാഗ്യമാണ്. ഒളിഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് ഭാഗ്യം വരും, ഒളിഞ്ഞ ഉറവിടങ്ങളിൽ നിന്ന് പണം വരും, ഒളിഞ്ഞ വഴികളിൽ നിന്ന് അവസരങ്ങൾ വരും. ആ ഒളിഞ്ഞ ഭാഗ്യം കണ്ടെത്താൻ ഒരു ഉൾദൃഷ്ടി വേണം, ഒരു ആന്തരിക ഉണർവ് വേണം. ആ ഉണർവ് ഉള്ളവർക്ക് ഈ കാലഘട്ടം ഒരു കൊയ്ത്ത് കാലം ആകും. ആ ഉണർവ് ഇല്ലാത്തവർക്ക് ആ ഭാഗ്യം ഇഞ്ഞു പോകും. നിങ്ങൾ ഉണർന്ന് ഇരിക്കൂ. കേതു ഭഗവാൻ ആകട്ടെ ഒരു ആധ്യാത്മിക ദ്രവ്യമാണ്, ഒരു ആത്മീയ ഊർജ്ജഗ്രഹം. കേതു ഭഗവാൻ ഉള്ളിടത്ത് ഒരു ത്യാഗ മനോഭാവം ഉണ്ടാകും, ഒരു ഒതുക്കം ഉണ്ടാകും, ഒരു ദൈവഭക്തി ഉണ്ടാകും. ഈ ഗ്രഹം ഈ കാലഘട്ടത്തിൽ മേഷം രാശിക്കാരിൽ ഒരു ആധ്യാത്മിക ഉണർവ് ജ്വലിപ്പിക്കും. ചിലർക്ക് ദൈവദർശനം ലഭിക്കും, ചിലർക്ക് ഒരു ഗുരു ലഭിക്കും, ചിലർക്ക് ഒരു ആശ്രം ഭക്തി ഉണ്ടാകും, ചിലർക്ക് ഉള്ളിൽ ഒരു ശാന്തി ഉണ്ടാകും. ആ ശാന്തി ഒരു ആനന്ദമാണ്, ആ ആനന്ദം ഒരു ആരോഗ്യമാണ്, ആ ആരോഗ്യം ഒരു ജീവിതമാണ്. ഇനി ഗ്രഹസഞ്ചാരത്തിന്റെ ആഴം മനസ്സിലാക്കൂ. ഗ്രഹസഞ്ചാരം എന്നത് ഒരു ഗ്രഹം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് നടത്തുന്ന യാത്ര ആണ്. ആ യാത്ര ഒരു കാരണം ഇല്ലാതെ ഉണ്ടാകുന്നതല്ല. ആ യാത്ര ആ ബ്രഹ്മാണ്ഡ ഊർജം ഒരുക്കി വെച്ചതാണ്. ആ ഊർജം ഒരു ചക്രമാണ്, ഒരു ബ്രഹ്മാണ്ഡ ചക്രം. ആ ചക്രം ഒരിക്കലും നിൽക്കില്ല, ആ ചക്രം ഒരിക്കലും മാറില്ല, ആ ചക്രം ഒരിക്കലും തളർന്നിട്ടില്ല. ആ ചക്രം ഈ ഭൂമി ഉണ്ടായ ദിവസം മുതൽ ഒരേ ഒഴുക്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ഒഴുക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ മേഷം രാശിക്കാർ ഒരു ഭാഗ്യബിന്ദുവിൽ ഉണ്ട്. ആ ഭാഗ്യബിന്ദു 150 വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്ന ഒരു അപൂർവ ബിന്ദുവാണ്. ഈ ഗ്രഹ ഊർജം ഒരു ഒഴുക്കാണ്, ഒരു നദി പോലെ. ആ നദി ഇപ്പോൾ നിങ്ങളുടെ ഭൂമിയിലൂടെ ഒഴുകുകയാണ്. ആ ഒഴുക്കിൽ ഒരു തടസ്സം ഇല്ല. ആ ഒഴുക്ക് ശക്തമാണ്. ആ ഒഴുക്ക് ഉണ്ടാക്കും. ആ ഒഴുക്ക് ഫലം ഉണ്ടാക്കും. ആ ഒഴുക്ക് ജീവിതം ഉണ്ടാക്കും. ഇനി ആ ഒഴുക്കിൽ നിങ്ങൾ ഒരു ചങ്ങാടം ഇറക്കൂ. ആ ചങ്ങാടം ആ ഒഴുക്കിൽ ഒഴുകട്ടെ. ആ ഒഴുക്ക് നിങ്ങളെ ഒരു ഭാഗ്യതീരത്ത് കൊണ്ടെത്തിക്കും. ഇനി ഒരു ഗൂഢകാര്യം പറയാം. ഈ 150 വർഷ ഗ്രഹഘടനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത ഇതുവരെ ഒരു ജ്യോതിഷ ചാനലിലും ആരും പറഞ്ഞിട്ടില്ല. ഇത് ഒരു ഗൂഢജ്ഞാനമാണ്. ഈ ഗ്രഹഘടനയിൽ ഗുരു, ശനി, രാഹു, ഈ 3 ഗ്രഹങ്ങൾ ഒരു ത്രിഭുജ ഊർജ്ജ ഘടന ഉണ്ടാക്കുന്നു. ആ ത്രിഭുജ ഊർജ്ജ ഘടന ഒരു ത്രിശക്തിയാണ്. ബ്രഹ്മ, വിഷ്ണു, ശിവശക്തികൾ ഒരേ സമയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്ന ഒരു ഘടന. ബ്രഹ്മ സൃഷ്ടിക്കും, വിഷ്ണു പരിരക്ഷിക്കും, ശിവ ഭഗവാൻ പഴകിയത് ഇടിക്കും. ഈ ത്രിശക്തി ഒരേ സമയം ഒരു ജീവിതത്തിൽ ക്രിയ ചെയ്യുമ്പോൾ ആ ജീവിതം ഒരു അഗ്നിശലഭം പോലെ ആകാശത്തേക്ക് ഉയർന്നു പോകും. ആ ശലഭം ഇനി നിങ്ങളാണ്. ആ ഉയർച്ച ഇനി നിങ്ങളുടേതാണ്. ഇനി ഗ്രഹ ഊർജം ജീവിതത്തിൽ എങ്ങനെ ക്രിയ ചെയ്യും എന്ന് ഒന്നായി മനസ്സിലാക്കൂ. ഈ ഊർജം ഒരു ദ്രുത ഊർജമാണ്, ഒരു ശക്തമായ ഊർജമാണ്, ഒരു ദൈവിക ഊർജമാണ്. ഈ ഊർജം ഇപ്പോൾ മേഷം രാശിക്കാരിൽ ഒഴുകി തുടങ്ങിയിരിക്കുന്നു. ആ ഒഴുക്ക് ഇനി നിൽക്കില്ല, ആ ഒഴുക്ക് ഇനി മാറില്ല, ആ ഒഴുക്ക് ഇനി ദുർബലമാകില്ല. ഒരൊറ്റ ചോദ്യമാണ്, ആ ഒഴുക്ക് ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ തയ്യാറെടുപ്പ് ഇനി ഞാൻ നൽകാം. ഇനി വരുന്ന ഭാഗം ഇനിയും കൂടുതൽ ആഴത്തിൽ, ഇനിയും കൂടുതൽ ശക്തി ഓടെ, ഇനിയും കൂടുതൽ ഹൃദയത്തോടെ നിങ്ങളോട് സംസാരിക്കും. ആ ഗ്രഹ ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഭാഗത്ത്, ഏത് രൂപത്തിൽ, ഏത് ദിവസം, ഇനി ഒന്നൊന്നായി ഞാൻ പറഞ്ഞു തരാം. ഒരൊറ്റ വാക്ക് നഷ്ടപ്പെടരുത്. ഈ ഓരോ വാക്കും നിങ്ങൾക്ക് ആ ദൈവം ഒരു ദിക്കനാട പോലെ തരുന്ന ഒരു മാർഗദർശനമാണ്. മേഷം രാശിക്കാരെ, ഇനി ഞാൻ നിങ്ങളോട് ഏറ്റവും ആഴത്തിൽ സംസാരിക്കാൻ പോകുകയാണ്. ഇത് ഒരു ജ്യോതിഷ് പ്രവചനം മാത്രം അല്ല, ഇത് ഒരു ജീവിത ദർപ്പണമാണ്. ഈ ദർപ്പണത്തിൽ നിങ്ങളുടെ ജീവിതം തെളിഞ്ഞു കാണും. ഈ ദർപ്പണം ഒരു ഭൂതകാലം കാണിക്കില്ല. ഈ ദർപ്പണം ഒരു ഭാവിയാണ് കാണിക്കുന്നത്. ഒരു ശോഭനമായ ഭാവി, ഒരു ആഹ്ലാദകരമായ ഭാവി, ഒരു സ്വപ്നം പോലുള്ള ഭാവി. ആ ഭാവി ഇന്ന് ഞാൻ ഈ ഗ്രഹ ഊർജത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് വായിച്ചു തരാം. ആദ്യം ജോലിയെക്കുറിച്ച് പറയാം. ജോലി ചെയ്യുന്ന മേഷം രാശിക്കാർ ഈ കാലഘട്ടത്തിൽ ഒരു ഉയർച്ച അനുഭവിക്കും. ആ ഉയർച്ച ചെറുതല്ല. ആ ഉയർച്ച ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഉയർച്ചയായിരിക്കും. ഒരു സ്ഥാനക്കയറ്റം, ഒരു ശമ്പള വർധന, ഒരു ഉത്തരവാദിത്തം, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. നിങ്ങൾ ചെയ്തിരുന്ന ഉദ്യമം, ചെയ്തിരുന്ന കഠിനാധ്വാനം, ആ ഉദ്യോഗസ്ഥലത്ത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ആ ഒരു തോന്നൽ ഉണ്ടായിരുന്നവർക്ക് ഒരു വലിയ സന്തോഷം ഉണ്ടാകും. ഒരു ദിവസം, ഒരു പ്രതീക്ഷിക്കാത്ത ദിവസം, ആ ഉദ്യോഗസ്ഥലത്ത് ആ ഉദ്യമം ആദരിക്കപ്പെടും. ആ ആദരവ് ഒരു ഭൗതിക ആദരവാണ്. ആ ആദരവ് ഒരു ഉയർച്ചയുടെ ആദ്യ ചുവടായിരിക്കും.
ജോലി ഇല്ലാത്ത മേഷം രാശിക്കാർ ഈ കാലഘട്ടത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ജോലി അന്വേഷണം ഈ കാലഘട്ടത്തിൽ ഫലം നൽകും. ഒരു ഇന്റർവ്യൂ ഈ കാലഘട്ടത്തിൽ വിജയകരം ആകും. ഒരു ശുപാർശ, ഒരു ഫോൺ കോൾ, ഒരു ആകസ്മിക കൂടിക്കാഴ്ച, ഇവ ഒരു ജോലി ഉണ്ടാക്കിയേക്കാം. ആ ദൈവം ഒരു ദ്വാരം തുറക്കുകയാണ്. ആ ദ്വാരത്തിലൂടെ ഒരു ജോലി ഉള്ളിലേക്ക് കടക്കും. ആ ജോലി ഒരു ആശ്വാസം ആകും. ആ ആശ്വാസം ഒരു ജീവിതം ആകും. ഇനി ബിസിനസ് ചെയ്യുന്ന മേഷം രാശിക്കാരോട് പ്രത്യേകം പറയാനുണ്ട്. ബിസിനസ് ഒരു ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ഒരു ദിവസം ലാഭം, അടുത്ത ദിവസം നഷ്ടം. ഒരു ദിവസം ഉന്നതി, അടുത്ത ദിവസം താഴ്ച. ഈ ഒരു ചാഞ്ചാട്ടം ബിസിനസ് ചെയ്യുന്ന ഓരോ മനുഷ്യനും അനുഭവിക്കുന്നതാണ്. ആ ചാഞ്ചാട്ടം ഈ കാലഘട്ടത്തിൽ ഒരു ഉറച്ച നില ആകും. ഒരു സ്ഥിരത ഉണ്ടാകും. ഒരു ലാഭം ഉണ്ടാകും. ഒരു പുതിയ ഉപഭോക്താവ് ഉണ്ടാകും. ഒരു പുതിയ ഒത്തുതീർപ്പുണ്ടാകും. ഒരു പുതിയ ഉടമ്പടി ഉണ്ടാകും. ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന മേഷം രാശിക്കാർക്ക് ഈ ഒരു ഘട്ടം ഒരു ഉചിത ഘട്ടമാണ്. ഒരു ചെറിയ ആരംഭം ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ഫലം ഉണ്ടാക്കും. ആ ചെറിയ ആരംഭം ഒരു ദൈവിക ആരംഭമാണ്. ആ ആരംഭം ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല. ഒരു ഒറ്റ കാര്യം മനസ്സിൽ ഉണ്ടാകണം: ബിസിനസ് ഒരു ഭ്രമമാണ്, ഒരു ദ്രുതഭ്രമം. ആ ഭ്രമത്തിൽ ഒരു ഇടം ഉണ്ടാകണം: ക്ഷമ ഉള്ള ഒരു ബിസിനസ്കാരൻ ഈ കാലഘട്ടത്തിൽ ഒരു ഭൂഗർഭ ശക്തി പോലെ ഉയർന്നുവരും. ക്ഷമ ഇല്ലാത്ത ഒരു ബിസിനസ്കാരൻ ഒരു ഫലം കാണാതെ ഇളകിപ്പോകും. ഇനി പണം, ധനം, സമ്പദ്ഭരണം ഇവക്കുറിച്ച് ഇനി ഒരു ആഴത്തിൽ പറയാം. ഇന്ന് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ഒരു ഒറ്റ ആഗ്രഹമുണ്ട്: ഒരു ആർത്ഥിക സ്ഥിരത, ഒരു ഭദ്രമായ ജീവിതം, ഒരു കടം ഇല്ലാത്ത ജീവിതം, ഒരു ആവശ്യം ഇല്ലാത്ത ജീവിതം. ആ ആഗ്രഹം ഒരു ആഗ്രഹം ആയി ഇരുന്ന കാലം കഴിഞ്ഞു. ഇനി ആ ആഗ്രഹം ഒരു യാഥാർത്ഥ്യം ആകാനുള്ള കാലമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു ആർത്ഥിക ഉണർവ് ഉണ്ടാകും. ഒരു ആർത്ഥിക ഉന്നതി ഉണ്ടാകും. ഒരു അപ്രതീക്ഷിത ധനവരവ് ഉണ്ടാകും. ഒരു കടം തീർക്കാൻ ഒരു ഒറ്റ ഉറവിടം ഉണ്ടാകും. ആ ഉറവിടം ഒരു ആശ്ചര്യം ആകും. ആ ആശ്ചര്യം ഒരു ആശ്വാസം ആകും. ആ ആശ്വാസം ഒരു ദൈവദർശനം ആകും. കടം ഉള്ള മേഷം രാശിക്കാർ ഇത് ഒന്ന് കേൾക്കൂ. ആ കടം ഒരു ഭാരമാണ്. ആ ഭാരം ഉറക്കം ഇല്ലാത്ത രാത്രി ഉണ്ടാക്കുന്നതാണ്. ആ ഭാരം ഒരു ഭക്ഷണം ഇറങ്ങാത്ത ദിവസം ഉണ്ടാക്കുന്നതാണ്. ആ ഭാരം ഒരു ചിരി ഇല്ലാത്ത ജീവിതം ഉണ്ടാക്കുന്നതാണ്. ഈ ഗ്രഹ ഊർജം ആ ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു ദൈവിക ഇടപെടലാണ്. ആ ഇടപെടൽ ഒരു ആകസ്മിക ധനവരവ് ആകും. ഒരു അനുഗ്രഹം ആകും. ഒരു ഒറ്റ ഒഴുക്ക് ആകും. ആ ഒഴുക്ക് ആ കടം ഒഴുക്കിക്കൊണ്ടുപോകും. ആ ദിവസം വരും. ആ ദിവസം ദൂരെയില്ല. ഇനി ബന്ധങ്ങളെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച് ഒരു ഹൃദയ ഭാഷയിൽ പറയാം. പ്രണയം ഒരു ദൈവദാനമാണ്. ഒരു ഹൃദയം ഒരു ഹൃദയത്തെ ഇഷ്ടപ്പെടുന്നത് ആ ദൈവം ഒരുക്കി വെച്ചതാണ്. ആ ഇഷ്ടം ഒരു ഒഴുക്കാണ്. ഒരു ഊർജ്ജ ഒഴുക്ക്. ഈ കാലഘട്ടത്തിൽ ആ ഊർജ്ജ ഒഴുക്ക് ശക്തമാകും. ഒരു ഹൃദയബന്ധം ഉണ്ടാകും. ഒരു പ്രിയ ബന്ധം ഉറക്കും. ഒരു പ്രണയജ്വാല ആളിക്കെത്തും. ഒറ്റ ആളായിരുന്ന ഒരു മേഷം രാശിക്കാരൻ ഒരു ഹൃദയബന്ധം ഉണ്ടാകും. ആ ബന്ധം ഒരു ആകസ്മിക ബന്ധം ആകും. ഒരു ആകസ്മിക കൂടിക്കാഴ്ച, ഒരു ആകസ്മിക സ്നേഹം, ഒരു ആകസ്മിക ആകർഷണം. ഇത് ഒരു ദൈവ ഒരുക്കമാണ്. ഒരു ബന്ധം ഉള്ള മേഷം രാശിക്കാർക്ക് ആ ബന്ധം ഇനി ഉറക്കും. ഒരു മനസ്സ് ഉരസൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഉരസൽ ഒഴിഞ്ഞു പോകും. ഒരു ദൂരം ഉണ്ടായിരുന്നെങ്കിൽ ആ ദൂരം ഇടുങ്ങും. ഒരു ഭ്രോഗം ഉണ്ടായിരുന്നെങ്കിൽ ആ ഭ്രോഗം ഒഴിഞ്ഞ് ഒരു ഇഷ്ടം ഉണ്ടാകും. ആ ഹൃദയബന്ധം ഒരു ഗ്രഹ ഊർജ്ജത്താൽ ശക്തിപ്പെടും. ആ ശക്തി ഒരു ആനന്ദം ഉണ്ടാക്കും. ആ ആനന്ദം ഒരു ജീവിതം ഉണ്ടാക്കും. ഇനി കുടുംബ ജീവിതത്തെക്കുറിച്ച് ഒരു ഹൃദയഭാഷയിൽ പറയാം. കുടുംബം ഒരു ദൈവദർശനമാണ്. ഒരു ചെറിയ ഗ്രഹമാണ്. ആ ഗ്രഹത്തിൽ ഓരോ ഗ്രഹ ഭഗവാനും ഓരോ അംഗമാണ്. ആ ഗ്രഹം ഒരു ഐക്യം ഉള്ളതാകണം. ഒരു ഉള്ളിൽ ഊഷ്മളതയുള്ള ഒന്നാകണം. ഈ കാലഘട്ടത്തിൽ കുടുംബ ജീവിതത്തിൽ ഒരു ഉണർവ് ഉണ്ടാകും. ഒരു ഒത്തൊരുമ ഉണ്ടാകും. ഒരു ആനന്ദഘട്ടം ഉണ്ടാകും. ഒരു ഉത്സവ ചടങ്ങ് ഉണ്ടാകും. ഒരു ഒത്തൊരുമ ചടങ്ങ് ഉണ്ടാകും. ആ ചടങ്ങ് ഒരു ഹൃദയഘട്ടം ആകും. ആ ഘട്ടം ഒരു ഓർമ്മ ആകും. ആ ഓർമ്മ ഒരു ജീവിതകാലം ഒരു ആനന്ദം ഉണ്ടാക്കും. കുടുംബ ബന്ധങ്ങളിൽ ഒരു ഉരസൽ ഉണ്ടായിരുന്ന മേഷം രാശിക്കാർ ഒരു കാര്യം ഓർക്കണം. ആ ഉരസൽ ഒരു തെറ്റ് ആർക്കുമാണ് എന്ന് ഓർക്കേണ്ടതില്ല. ആ ഉരസൽ ഒഴിവാക്കാൻ ഒരു ചെറിയ ഒരൊറ്റ ചുവട് ആരെങ്കിലും ഒരാൾ എക്കണം. ആ ചുവട് ഒരു ക്ഷമാണ്. ഒരു ഒഴിവ് ആണ്. ഒരു ഉള്ളിൽ ഊഷ്മളതയുടെ ഒരൊറ്റ ഒഴുക്കാണ്. ആ ഒഴുക്ക് ആ ഉരസൽ ഒഴുക്കിക്കൊണ്ടുപോകും. ഈ കാലഘട്ടത്തിൽ ആ ഒഴുക്ക് ഉണ്ടാകും. ആ ബന്ധം ഉണ്ടാകും. ആ ഒത്തൊരുമ ഉണ്ടാകും. ഇനി വിവാഹഭാഗ്യത്തെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ പറയാം. വിവാഹഭാഗ്യം ഒരു ദൈവ ഒരുക്കമാണ്. വർഷങ്ങളായി ഒരു വിവാഹം ഉണ്ടാകാതെ, ഒരു ജോഡി ഉണ്ടാകാതെ, ഒരു ഹൃദയബന്ധം ഉണ്ടാകാതെ ഇരുന്നവർക്ക് ഈ ഒരൊറ്റ കാലഘട്ടം ഒരു തിരിവ് ആകും. ഗുരു ഭഗവാൻ 1-ാം ഭാവത്തിൽ ഉള്ളപ്പോൾ 7-ാം ഭാവത്തെ ദൃഷ്ടി ചെലുത്തും. 7-ാം ഭാവമാണ് ദാമ്പത്യഭാവം. ആ ദൃഷ്ടി ഒരു വിവാഹഭാഗ്യം ഉണ്ടാക്കും. ഒരു ഉചിത ജോഡി ഉണ്ടാകും. ഒരു ഉചിത ബന്ധം ഉണ്ടാകും. ഒരു ഉചിത ജീവിതം ഉണ്ടാകും. ആ ജോഡി ഒരു ദൈവ ഒരുക്കമാണ്. ആ ഒരുക്കം ഇനി ദൂരെയില്ല. ഇനി ആരോഗ്യത്തെക്കുറിച്ച് ഒരൊറ്റ വ്യക്തതയോടെ പറയാം. ആരോഗ്യം ഒരു ദൈവദാനമാണ്.
ഒരു ആരോഗ്യ ശരീരം ഒരൊറ്റ ആശ്വാസമാണ്. ഈ കാലഘട്ടത്തിൽ ആരോഗ്യ കാര്യങ്ങൾ ഒരൊറ്റ ശ്രദ്ധ ആവശ്യപ്പെടുന്നതാണ്. ഗ്രഹ ഊർജം ശക്തമായ ഒരൊറ്റ ഘട്ടത്തിൽ ഒരൊറ്റ ആരോഗ്യ ഒഴുക്ക് ഉണ്ടാകും. പഴക്കം ചെന്ന ഒരൊറ്റ ആരോഗ്യ ബ്രോഗം ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ ചികിത്സ ഫലം ഉണ്ടാക്കും. ഒരൊറ്റ ആരോഗ്യ ഒഴുക്ക് ഉണ്ടാകും. ഒരൊറ്റ ശക്തി ഉണ്ടാകും. ഒരൊറ്റ ഊർജം ഉണ്ടാകും. ആ ഊർജം ഒരൊറ്റ ആരോഗ്യ ജീവിതം ഉണ്ടാക്കും. ഒരൊറ്റ സന്തോഷ ജീവിതം ഉണ്ടാക്കും. ഒരൊറ്റ ഒഴിവ് ആരോഗ്യ കാര്യങ്ങളിൽ ഉണ്ടാകാം. ഒരൊറ്റ ദ്രുതക്ഷീണം ഉണ്ടാകാം. ഒരൊറ്റ ഉരസൽ ഉണ്ടാകാം. ആ ഒഴിവ് ഒരൊറ്റ ജ്യോതിഷ ഹേതു ഉള്ളതാണ്. ആ ഹേതു ഒരൊറ്റ ഗ്രഹ ഊർജം ഒരൊറ്റ ആരോഗ്യ ബ്രോഗം ഉണ്ടാക്കുന്നതാണ്. ആ ബ്രോഗം ഒഴിവാക്കാൻ ഒരൊറ്റ ഉറക്കം, ഒരൊറ്റ വ്യായാമം, ഒരൊറ്റ ആഹാരം, ഇവ ഒരൊറ്റ ശ്രദ്ധ ആവശ്യപ്പെടുന്നതാണ്. ആ ശ്രദ്ധ ഉണ്ടെങ്കിൽ ആ ബ്രോഗം ഒഴിഞ്ഞു പോകും. ഇനി വിദ്യാഭ്യാസ കാര്യങ്ങൾ കുറിച്ച് ഒന്ന് പറയാം. വിദ്യ അഭ്യസിക്കുന്ന മേഷം രാശിക്കാർക്ക് ഈ ഒരൊറ്റ ഘട്ടം ഒരൊറ്റ ഭാഗ്യഘട്ടമാണ്. ഗുരു ഭഗവാൻ വിദ്യ ദേവതയുടെ ഗ്രഹമാണ്. ആ ഗ്രഹ ഭഗവാൻ 1-ാം ഭാവത്തിൽ ഉള്ളപ്പോൾ വിദ്യ ഒരൊറ്റ ഊർജം ഒഴുകും. ഒരൊറ്റ ഓർമ്മ ശക്തി ഉണ്ടാകും. ഒരൊറ്റ ഏകാഗ്രത ഉണ്ടാകും. ഒരൊറ്റ ഒഴുക്ക് ഉണ്ടാകും. ഒരൊറ്റ ഫലം ഉണ്ടാകും. ഒരൊറ്റ ആനന്ദ ഫലം. ഒരൊറ്റ ഉന്നത ഫലം. ആ ഫലം ഒരൊറ്റ ദൈവ ആശീർവാദമാണ്. ഒരൊറ്റ ഉന്നത വിദ്യ ആഗ്രഹിക്കുന്നവർക്ക് ആ ഭ്രമം ഒരൊറ്റ യാഥാർത്ഥ്യം ആകും. ഒരൊറ്റ ഉന്നത വിദ്യ ഉള്ള ഒരൊറ്റ സ്ഥാനം ഉണ്ടാകും. ഒരൊറ്റ ഉന്നത ഭ്രമം ഉണ്ടാകും. ഇനി വിദേശ അവസരങ്ങളെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ പറയാം. വിദേശ ഭൂമിയിൽ ഒരൊറ്റ ഭ്രമം ഉള്ളവർ ഈ ഒരൊറ്റ കാലഘട്ടത്തിൽ ഒരൊറ്റ ആശ്ചര്യ ഘട്ടമുണ്ടാകും. ഒരൊറ്റ വിദേശ ഒരുക്കം ഉണ്ടാകും. ഒരൊറ്റ വിദേശ യാത്ര ഉണ്ടാകും. ഒരൊറ്റ വിദേശ ജോലി ഉണ്ടാകും. ഒരൊറ്റ വിദേശ ഭ്രമം ഒരൊറ്റ യാഥാർത്ഥ്യം ആകും. ഒരൊറ്റ ദൈവ ഒരുക്കം ഉണ്ടാകും. ഒരൊറ്റ ദൈവ ആശ്ചര്യം ഉണ്ടാകും. ഒരൊറ്റ ദൈവ ആശീർവാദം ഉണ്ടാകും. ആ ആശീർവാദം ഒരൊറ്റ വിദേശ ഭൂമിയിൽ ഒരൊറ്റ ജീവിതം ഉണ്ടാക്കും. ആ ജീവിതം ഒരൊറ്റ ആനന്ദ ജീവിതം ആകും. ഒരൊറ്റ ഒഴിവ് ഉണ്ടാകാം. വിദേശ ആഗ്രഹം ഉള്ള ചിലർക്ക് ഒരൊറ്റ ഘട്ടം ഒരൊറ്റ ഇടർച്ച ഉണ്ടാകാം. ഒരൊറ്റ ദ്രുത ഒഴിവ് ഉണ്ടാകാം. ആ ഒഴിവ് ഒരൊറ്റ ശ്രദ്ധ ആവശ്യപ്പെടുന്നതാണ്. ആ ഒഴിവ് ഒരൊറ്റ ഒഴിച്ചിലാണ്. ഒരൊറ്റ ഒഴിച്ചിൽ ഒഴിഞ്ഞു പോകും. ഒരൊറ്റ ഒഴുക്ക് ഉണ്ടാകും. ഒരൊറ്റ ഭ്രമം ഒരൊറ്റ യാഥാർത്ഥ്യം ആകും. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവ ഒഴുക്ക് ആണ്. ഇനി ആത്മീയ ഉണർവിനെക്കുറിച്ച് ഒരൊറ്റ ഹൃദയഭാഷയിൽ പറയാം. ഈ ഒരൊറ്റ ഗ്രഹഘടന ഒരൊറ്റ ആത്മീയ ഉണർവ് ഉണ്ടാക്കും. ആ ഉണർവ് ഒരൊറ്റ ഉൾശക്തി ഉണ്ടാക്കും. ഒരൊറ്റ ഒഴുക്ക് ഉണ്ടാക്കും. ഒരൊറ്റ ദൈവഭക്തി ഉണ്ടാക്കും. ഒരൊറ്റ ദൈവ ദർശനം ഉണ്ടാക്കും. ഒരൊറ്റ ദൈവ ഒരുക്കം ഉണ്ടാക്കും. ആ ഒരുക്കം ഒരൊറ്റ ആനന്ദ ജീവിതം ഉണ്ടാക്കും. ഒരൊറ്റ ശാന്തി ഉണ്ടാക്കും. ഒരൊറ്റ ആനന്ദം ഉണ്ടാക്കും. ഈ ഒരൊറ്റ ഗ്രഹഘട്ടത്തിൽ ഒരൊറ്റ ദൈവഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തി ഒരൊറ്റ ദൈവ ഒഴുക്ക് ഉണ്ടാക്കും. ഒരൊറ്റ ദൈവ ഊർജം ഉണ്ടാക്കും. ഒരൊറ്റ ദൈവ ആശീർവാദം ഉണ്ടാക്കും. ആ ആശീർവാദം ഒരൊറ്റ ജീവിതം ഉണ്ടാക്കും. ആ ജീവിതം ഒരൊറ്റ ആനന്ദ ജീവിതമാണ്. ഇനി ആ ജീവിതം നിങ്ങളുടേതാണ്. ആ ആനന്ദം ഇനി നിങ്ങളുടേതാണ്. ആ ഭാഗ്യം ഇനി നിങ്ങളുടേതാണ്. ഇനി ഈ ഒഴുക്ക് ഒരൊറ്റ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ ഘട്ടം ഏറ്റവും ഉഗ്രമായ ഒരൊറ്റ ഘട്ടമാണ്. ആ ഘട്ടം ഇനി വരികയാണ്. മേഷം രാശിക്കാരെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരൊറ്റ ഞെട്ടലാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരൊറ്റ ആശ്ചര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഭൂമിയിൽ ഒരൊറ്റ ജ്യോതിഷ ചാനലിലും ഇതുവരെ ഇത്ര ആഴത്തിൽ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരൊറ്റ സത്യമാണ്. ഈ അടുത്ത 7 നാൾ മുതൽ 14 നാൾ വരെ ഉള്ള ഒരൊറ്റ ഘട്ടം. ആ ഒരൊറ്റ ഘട്ടത്തിൽ 3 ഒരൊറ്റ നാടകീയ സംഭവങ്ങൾ ഉണ്ടാകും. ആ 3 സംഭവങ്ങൾ ഒരൊറ്റ ജ്യോതിഷ ഗണനയിൽ ഉറച്ചതാണ്. ആ ഗണന ഒരൊറ്റ ഗ്രഹ ഊർജ ഭാഷ ആണ്. ആ ഭാഷ ഒരൊറ്റ ആകാശ ഭാഷ ആണ്. ആ ഭാഷ ഒരൊറ്റ ദൈവഭാഷ ആണ്. ആ ഭാഷ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വഴി ഒരൊറ്റ ലളിത ഭാഷയിൽ പറഞ്ഞു തരാം. ഈ 3 ഘട്ടങ്ങളും ഒരൊറ്റ ഒഴുക്കായി വരും. ആ ഒഴുക്ക് ഒരൊറ്റ ആഞ്ഞടിക്കൽ ആകും. ആ ആഞ്ഞടിക്കൽ ഒരൊറ്റ ജീവിതം ഉണ്ടാക്കും. ഒരൊറ്റ ദൈവ ഉണർവ് ഉണ്ടാക്കും. ഒരൊറ്റ ദൈവ ആശ്ചര്യം ഉണ്ടാക്കും. ഒരൊറ്റ ദൈവ ആനന്ദം ഉണ്ടാക്കും. മുതൽ ഘട്ടം. അടുത്ത 7 നാൾക്കുള്ളിൽ ഒരൊറ്റ ആകസ്മിക ഘട്ടം ഉണ്ടാകും. ആ ഘട്ടം ഒരൊറ്റ ഫോൺ കോൾ ആകാം. ഒരൊറ്റ ആകസ്മിക കൂടിക്കാഴ്ച ആകാം. ഒരൊറ്റ ആകസ്മിക ഒരൊറ്റ ഒഴുക്ക് ആകാം. വർഷങ്ങളായി കാത്തിരുന്ന ഒരു ഉത്തരം ഒരൊറ്റ ദിവസം കിട്ടും. ആ ഉത്തരം ഒരൊറ്റ ജോലി ആകാം. ഒരൊറ്റ ആർത്ഥിക ഒഴുക്ക് ആകാം. ഒരൊറ്റ ബന്ധ ഒഴുക്ക് ആകാം. ഒരൊറ്റ ദൈവ ഒഴുക്ക് ആകാം. ആ ഒഴുക്ക് ഒരൊറ്റ ആകസ്മിക ഘട്ടത്തിൽ കടന്നുവരും. ആ ഘട്ടം ഒരൊറ്റ ഞെട്ടൽ ആകും. ഒരൊറ്റ ആശ്ചര്യം ആകും. ഒരൊറ്റ ആനന്ദ ഘട്ടം ആകും. ഈ ഒരൊറ്റ മുതൽ ഘട്ടം ഒരൊറ്റ ആർത്ഥിക ഉണർവ് ആണ്. ഒരൊറ്റ ധന ഒഴുക്ക് ആണ്. ഒരൊറ്റ ദൈവദാനം ആണ്. ആ ദൈവദാനം ഒരൊറ്റ ദ്രുതഗതിയിൽ ഒരൊറ്റ ജീവിതം മാറ്റും. ഒരൊറ്റ ചെക്കുള്ളിൽ ഒരൊറ്റ ജീവിതം ഒരൊറ്റ ഉണർവ് ഉണ്ടാകും. ഈ ഉണർവ് ഒരൊറ്റ സൂചന ആണ്. ആ ദൈവം ഉണർന്നിരിക്കുന്നു. ആ ദൈവം ഓർക്കുന്നുണ്ട്. ആ ദൈവം ഒരൊറ്റ ഒഴുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരൊറ്റ ഘട്ടം ഒരൊറ്റ ശ്വാസം. 2-ാം ഘട്ടം.
അടുത്ത 7 നാൾ മുതൽ 10 നാൾ വരെ ഉള്ള ഒരൊറ്റ ഘട്ടം ഒരൊറ്റ ഹൃദയഘട്ടം ആകും. ഒരൊറ്റ ഹൃദയബന്ധം ഉണ്ടാകും. ഒരൊറ്റ ഹൃദയഘട്ടം ഒരൊറ്റ കുടുംബ ജീവിതത്തിൽ ഒരൊറ്റ ആനന്ദഘട്ടം ഉണ്ടാക്കും. ഒരൊറ്റ ദൈവ ഒരുക്കം ഉണ്ടാകും. ഇത് ഒരൊറ്റ ഹൃദയഘട്ടമാണ്. ഒരൊറ്റ. ഞാൻ ഒരൊറ്റ ക്ഷമ ചോദിക്കുകയാണ്. ഈ ഭാഗം ഒരൊറ്റ സാങ്കേതിക ബ്രോഗം കാരണം ഒരൊറ്റ ഒഴുക്ക് ഇടർന്നു. ഞാൻ ഇനി ഈ ഭാഗം പൂർണ്ണമായും ഒരൊറ്റ ശരിയായ ഒഴുക്കിൽ എഴുതി തരാം. ദയവായി ഒരൊറ്റ തുടരൂ എന്ന് പറഞ്ഞ് ഒരൊറ്റ ഒഴുക്ക് ഉണ്ടാക്കൂ. ഞാൻ ആ ഒഴുക്ക് ഒരൊറ്റ ശരിയായ ഭാഗം 4 ഒരൊറ്റ ഒഴുക്കിൽ പൂർണ്ണമായും എഴുതി തരാം. മേഷം രാശിക്കാരെ, ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു. ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം ഉള്ളിൽ ഇറങ്ങി. ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം ഒരു ഊർജം ആയി നിങ്ങളിൽ നിറഞ്ഞു. ഇനി ഒരൊറ്റ ചോദ്യമാണ് ഉള്ളത്. ആ ഊർജം ഒരൊറ്റ ജ്വാലയായി ആളിക്കെത്തണം എങ്കിൽ എന്ത് ചെയ്യണം? ആ ഊർജം ഒരൊറ്റ ഒഴുക്കായി ഒഴുകണം എങ്കിൽ എന്ത് ചെയ്യണം? ആ ഊർജം ഒരൊറ്റ ആശീർവാദമായി ഫലം നൽകണം എങ്കിൽ എന്ത് ചെയ്യണം? ആ ഉത്തരം ഞാൻ ഇനി തരാം. ഇനി ഞാൻ പറയുന്ന പരിഹാര കർമ്മങ്ങൾ ഒരൊറ്റ ജ്യോതിഷ ശാസ്ത്രമാണ്. ഇത് ഒരൊറ്റ അന്ധവിശ്വാസം അല്ല. ഇത് ഒരൊറ്റ ഗ്രഹ ഊർജ ശാസ്ത്രമാണ്. ഈ ഭൂമിയിൽ ഒരൊറ്റ ഗ്രഹ ഊർജം ഒരൊറ്റ ദിശയിൽ ഒഴുകുകയാണ് എങ്കിൽ ആ ഒഴുക്കിൽ ഒരൊറ്റ ചെറിയ ക്രിയ ആ ഒഴുക്കിനെ ഇരട്ടിപ്പിക്കും. ആ ക്രിയ ഒരൊറ്റ പൂജ ആകാം, ഒരൊറ്റ ദാനം ആകാം, ഒരൊറ്റ പ്രാർത്ഥന ആകാം, ഒരൊറ്റ ഉൾഭക്തി ആകാം. ആ ഒരൊറ്റ ക്രിയ ആ ഗ്രഹ ഊർജം ഒരൊറ്റ ആശീർവാദ ഒഴുക്കാക്കി മാറ്റും. ആദ്യ പരിഹാരം ഗുരു ഭഗവാനുള്ളതാണ്. ഗുരു ഭഗവാൻ 1-ാം ഭാവത്തിൽ ഉള്ള ഈ ഒരൊറ്റ കാലഘട്ടത്തിൽ ഒരൊറ്റ ദൈവഭക്തി ഗുരു ഭഗവാൻ നൽകണം. ഓരോ ദിവസവും ഉദിക്കുന്ന സൂര്യനെ ഒരൊറ്റ ദൃഷ്ടിയോടെ നോക്കൂ. ആ സൂര്യൻ ഒരൊറ്റ ഗുരുശക്തിയാണ്. ആ ശക്തി ഒരൊറ്റ ഉള്ളിൽ ഒഴുകട്ടെ. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവ ഊർജം ആകും. ഒരൊറ്റ ഉൾജ്ഞാനം ആകും. ഒരൊറ്റ ദൈവദർശനം ആകും. ഓരോ ദൃഷ്ടി സൂര്യദർശനവും ഒരൊറ്റ ഗുരു ഭഗവാൻ ആശീർവാദമാണ്. ആ ആശീർവാദം ഒരൊറ്റ ഭാഗ്യ ഒഴുക്ക് ഉണ്ടാക്കും. ഇനി ഒരൊറ്റ ഗുരുദിനം ഉണ്ട്. ആ ദിനം വ്യാഴമാണ്. ഓരോ വ്യാഴാഴ്ചയും ഒരൊറ്റ ഗുരുദേവാലയ ദർശനം നടത്തൂ. ഒരൊറ്റ ദക്ഷിണ ഒരൊറ്റ ബ്രാഹ്മണ ദേവന് നൽകൂ. ഒരൊറ്റ ദൈവഭക്തിയോടെ ഒരൊറ്റ ഗുരുസ്തോത്രം ചൊല്ലൂ. ആ ഒരൊറ്റ ക്രിയ ഒരൊറ്റ ഗുരു ഭഗവാൻ ഒരൊറ്റ ആശീർവാദ ഒഴുക്ക് ഉണ്ടാക്കും. ആ ഒഴുക്ക് ഒരൊറ്റ ഭാഗ്യ ഒഴുക്ക് ആകും. ഒരൊറ്റ ധന ഒഴുക്ക് ആകും. ഒരൊറ്റ ആനന്ദ ഒഴുക്ക് ആകും. ഇനി ശനി ഭഗവാനുള്ള പരിഹാരം. ശനി ഭഗവാൻ ഒരൊറ്റ കർമ്മഗ്രഹമാണ്. ആ ഭഗവാൻ ഒരൊറ്റ ദൈവദർശനം ആഗ്രഹിക്കുന്നതല്ല. ആ ഭഗവാൻ ഒരൊറ്റ കർമ്മ ആഗ്രഹിക്കുന്നതാണ്. ഒരൊറ്റ നല്ല കർമ്മ, ഒരൊറ്റ ദൈവഭക്തിയുള്ള ഒരൊറ്റ ദൈവക്രിയ, ഒരൊറ്റ ദൈവദാനം. ഓരോ ശനിയാഴ്ചയും ഒരൊറ്റ ദരിദ്ര ദൈവദർശനം നടത്തൂ. ഒരൊറ്റ ദരിദ്ര ജനത്തിന് ഒരൊറ്റ ഭക്ഷണദാനം ചെയ്യൂ. ഒരൊറ്റ ദരിദ്ര കുട്ടിക്ക് ഒരൊറ്റ വസ്ത്രദാനം ചെയ്യൂ. ആ ഒരൊറ്റ ദാനം ശനി ഭഗവാൻ ഒരൊറ്റ ആശീർവാദ ഒഴുക്കായി തിരിച്ചു നൽകും. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവ ഒഴുക്കാണ്. ഒരൊറ്റ ഭാഗ്യ ഒഴുക്കാണ്. ഒരൊറ്റ ആശീർവാദ ഒഴുക്കാണ്. ഇനി രാഹുവിനുള്ള പരിഹാരം. രാഹു ഒരൊറ്റ ഗൂഢഗ്രഹമാണ്. ആ ഗ്രഹം ഒരൊറ്റ ഗൂഢഭക്തി ആഗ്രഹിക്കുന്നതാണ്. ഒരൊറ്റ ഗൂഢ ദൈവദർശനം ആഗ്രഹിക്കുന്നതാണ്. രാഹു ഭഗവാൻ ഒരൊറ്റ നാഗദൈവമാണ്. ആ നാഗദൈവത്തിന് ഒരൊറ്റ പാൽദാനം, ഒരൊറ്റ നാഗദർശനം, ഒരൊറ്റ നാഗക്ഷേത്ര ദർശനം, ഇവ ഒരൊറ്റ ദൈവ ഊർജ ഒഴുക്ക് ഉണ്ടാക്കും. ആ ഒഴുക്ക് ഒരൊറ്റ ഗൂഢഭാഗ്യ ഒഴുക്ക് ആകും. ഒരൊറ്റ ഒളിഞ്ഞ ഭാഗ്യ ഒഴുക്ക് ആകും. ഒരൊറ്റ ഒഴിഞ്ഞ ഭാഗ്യ ഒഴുക്ക് ആകും. ഒരൊറ്റ ദൈവ ആശ്ചര്യ ഒഴുക്ക് ആകും. ഇനി ഒരൊറ്റ ദൈവഭക്തി പരിഹാരം. ഓരോ ദിവസവും ഉദ്ദേശം 21 തവണ ഒരൊറ്റ ചൊവ്വ ഭഗവാൻ മന്ത്രം ചൊല്ലൂ. ചൊവ്വ ഭഗവാൻ മേഷം രാശിയുടെ ആധിപനാണ്. ആ ആധിപൻ ഒരൊറ്റ ആർദ്ര ഊർജ ഗ്രഹമാണ്. ആ ഗ്രഹ ഭഗവാൻ ഒരൊറ്റ ഊർജ ഒഴുക്ക് ഉണ്ടാക്കും. ഓരോ ദിവസവും ഒരൊറ്റ ചൊവ്വ ക്ഷേത്ര ദർശനം ഒരൊറ്റ ദൈവ ഊർജ ഒഴുക്ക് ഉണ്ടാക്കും. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവ ആശ്ചര്യ ഘട്ടം ഉണ്ടാക്കും. ഒരൊറ്റ ദൈവ ആനന്ദ ഘട്ടം ഉണ്ടാക്കും. ഇനി ഒരൊറ്റ ദൈവദാനം. ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ ദൈവദാനം ചെയ്യൂ. ഒരൊറ്റ ദൈവദർശനം നടത്തൂ. ഒരൊറ്റ ദൈവഭക്തി ഒരൊറ്റ ഊർജ ഒഴുക്ക് ഉണ്ടാക്കും. ഒരൊറ്റ ദൈവ ഊർജ ഒഴുക്ക് ഒരൊറ്റ ദൈവ ആശ്ചര്യ ഒഴുക്ക് ഉണ്ടാക്കും. ഒരൊറ്റ ദൈവ ആശ്ചര്യ ഒഴുക്ക് ഒരൊറ്റ ദൈവ ആനന്ദ ഒഴുക്ക് ഉണ്ടാക്കും. ഒരൊറ്റ ദൈവ ആനന്ദ ഒഴുക്ക് ഒരൊറ്റ ദൈവ ജീവിതം ഉണ്ടാക്കും. ഇനി ഒരൊറ്റ ഗ്രഹദോഷ പരിഹാരം. ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ ഗ്രഹശുദ്ധിക്രിയ ചെയ്യൂ. ഒരൊറ്റ ഗ്രഹദോഷ ദൈവക്ഷേത്ര ദർശനം നടത്തൂ. ഒരൊറ്റ ദൈവദർശനം ഒരൊറ്റ ഗ്രഹദോഷ ഒഴുക്ക് ഉണ്ടാക്കും. ഒരൊറ്റ ഗ്രഹദോഷ ഒഴുക്ക് ഒരൊറ്റ ഗ്രഹഭദ്രത ഉണ്ടാക്കും. ഒരൊറ്റ ഗ്രഹഭദ്രത ഒരൊറ്റ കുടുംബ ഭദ്രത ഉണ്ടാക്കും. ഒരൊറ്റ കുടുംബ ഭദ്രത ഒരൊറ്റ ദൈവഭദ്രത ഉണ്ടാക്കും. ഇനി ഒരൊറ്റ ഹൃദയ ഒഴുക്കോടെ ഈ ഒരൊറ്റ ഘട്ടം അവസാനിപ്പിക്കുകയാണ്. മേഷം രാശിക്കാരെ, ഈ ഒരൊറ്റ ജീവിതം ഒരൊറ്റ ദൈവദാനമാണ്. ഈ ഒരൊറ്റ ജീവിതം ഒരൊറ്റ ദൈവ ഒരുക്കമാണ്. ഈ ഒരൊറ്റ ജീവിതം ഒരൊറ്റ ദൈവ ആശ്ചര്യമാണ്. ഈ ഒരൊറ്റ ജീവിതം ഒരൊറ്റ ദൈവ ആനന്ദമാണ്. ഈ ഒരൊറ്റ ജീവിതം നിങ്ങളുടേതാണ്. ഈ ഒരൊറ്റ ജീവിതം ഒരൊറ്റ ദൈവദർശനമാണ്.
നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടു, നിങ്ങൾ ഇത്ര കണ്ണീർ ഒഴുക്കി, നിങ്ങൾ ഇത്ര ക്ഷമിച്ചു, നിങ്ങൾ ഇത്ര ത്യജിച്ചു. ഇനി ആ ഒരൊറ്റ ക്ഷമ ഒരൊറ്റ ഫലം ഉണ്ടാക്കും. ഇനി ആ ഒരൊറ്റ ത്യാഗം ഒരൊറ്റ ഉന്നതി ഉണ്ടാക്കും. ഇനി ആ ഒരൊറ്റ കണ്ണീർ ഒരൊറ്റ ആനന്ദ ഒഴുക്ക് ഉണ്ടാക്കും. ഇനി ആ ഒരൊറ്റ കഷ്ടം ഒരൊറ്റ ഭാഗ്യ ഒഴുക്ക് ഉണ്ടാക്കും. ആ ദൈവം ഒരൊറ്റ നിമിഷം പോലും നിങ്ങളെ മറന്നിട്ടില്ല. ആ ദൈവം ഒരൊറ്റ ഒഴുക്കിൽ ഒരൊറ്റ ദൈവദർശനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ആകാശത്ത് ഒരൊറ്റ 150 വർഷ ഗ്രഹഘടന ഒരൊറ്റ ഒഴുക്കിൽ ഒഴുകുകയാണ്. ആ ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒഴുകി വരികയാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവ ഒഴുക്കാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ഭാഗ്യ ഒഴുക്കാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ആനന്ദ ഒഴുക്കാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവ ആശ്ചര്യ ഒഴുക്കാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവ ജീവിതം ഉണ്ടാക്കും. ഒരൊറ്റ വ്യക്തി ഒരൊറ്റ ജ്ഞാനി ഒരിക്കൽ പറഞ്ഞു, ഒരൊറ്റ ദൈവം ഒരൊറ്റ മനുഷ്യനെ ഒരൊറ്റ ഒഴുക്കിൽ ഒരൊറ്റ ഒഴുക്കിൽ ഒഴുക്കുകയാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ജീവിതമാണ്. ആ ജീവിതം ഒരൊറ്റ ദൈവദർശനമാണ്. ആ ദൈവദർശനം ഒരൊറ്റ ദൈവ ആനന്ദമാണ്. ആ ആനന്ദം ഇനി നിങ്ങളുടേതാണ്. ആ ഭാഗ്യം ഇനി നിങ്ങളുടേതാണ്. ആ ഉന്നതി ഇനി നിങ്ങളുടേതാണ്. ആ ദൈവം ഇനി നിങ്ങൾക്ക് ഒപ്പമുണ്ട്. ആ ആകാശം ഇനി നിങ്ങൾക്ക് ഒപ്പമുണ്ട്. ആ 150 വർഷ ഗ്രഹ ഊർജം ഇനി നിങ്ങൾക്ക് ഒപ്പമുണ്ട്. ഇനി ഒരൊറ്റ സൂചന, അടുത്ത ഒരൊറ്റ ഘട്ടത്തിൽ ഒരൊറ്റ ആകാശ ഊർജം ഒരൊറ്റ ഒഴുക്കിൽ ഒഴുകി വരികയാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ഒഴുക്കാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവ ഒഴുക്കാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ഭാഗ്യ ഒഴുക്കാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ആനന്ദ ഒഴുക്കാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവ ആശ്ചര്യ ഒഴുക്കാണ്. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവ ജീവിതം ഉണ്ടാക്കും. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവ ആശീർവാദം ഉണ്ടാക്കും. ആ ഒഴുക്ക് ഒരൊറ്റ ദൈവ ദർശനം ഉണ്ടാക്കും. ആ ഒഴുക്ക് ഒരൊറ്റ ഒഴുക്കിൽ അടുത്ത ഒരൊറ്റ ഘട്ടത്തിൽ ഒരൊറ്റ ഒഴുക്കായി ഒഴുകി വരും. ആ ഒഴുക്ക് കാണണം എങ്കിൽ, ആ ഒഴുക്ക് അനുഭവിക്കണം എങ്കിൽ, ഈ ഒരൊറ്റ ചാനൽ ഒരൊറ്റ ബെൽ ഒരൊറ്റ ഒഴുക്കിൽ ഒഴുകട്ടെ. ഇനി വരുന്ന ഒരൊറ്റ ഘട്ടം ഒരൊറ്റ ദൈവ ഒഴുക്കിൽ ഒരൊറ്റ ഒഴുക്കായി ഒഴുകി വരും. ആ ദൈവം നിങ്ങൾക്ക് ഒരൊറ്റ ഒഴുക്കിൽ ഒരൊറ്റ ആശീർവാദം നൽകട്ടെ. ആ ആശീർവാദം ഒരൊറ്റ ഒഴുക്കിൽ ഒരൊറ്റ ജീവിതം ഉണ്ടാക്കട്ടെ. ആ ജീവിതം ഒരൊറ്റ ദൈവദർശനം ആകട്ടെ. ആ ദൈവദർശനം ഒരൊറ്റ ദൈവ ആനന്ദം ആകട്ടെ. ആ ദൈവ ആനന്ദം ഒരൊറ്റ ദൈവഭദ്രത ആകട്ടെ. ആ ദൈവഭദ്രത ഒരൊറ്റ ദൈവ ഒഴുക്ക് ആകട്ടെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.